ഹേ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, വാലന്റൈൻസ് ഡേ. അപ്പം അത്ര പ്രത്യേകിച്ചൊന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഐ എം സോ എക്സൈറ്റഡ്. പ്രത്യേകിച്ച് ഞാൻ റെഡി ആയിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാനൊരു ഗെറ്റ് റെഡി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ. അപ്പം ഞാൻ എൻ്റെ ലുക്ക് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനത് ലുക്ക് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കേസ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഗെറ്റ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെ കണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഔട്ട്ഫിറ്റ് കണ്ടെന്ന് പറയാം. എൻ്റെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ റെഡി ആയി, പക്ഷേ ഈ ടോപ്പ് മാത്രമായിട്ട് പിന്നെ എല്ലാം റെഡി ആയിരുന്നു. ഒരു സിമ്പിൾ ലുക്ക് തന്നെ വീട്ടിലൊന്നും. ഈ കുർത്തി എടുത്തിട്ട് ഈ ഒരു കുർത്തി എടുത്ത് ഈ കുർത്തി മാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പും ഈ ഒരു കുർത്തിയാണ് അപ്പോൾ ഞാൻ എടുത്തത്. പിന്നെ ജീൻസ് എടുത്തു. പിന്നെ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഇടുന്നതാണ്, ഇങ്ങനെ ഇടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. മരുപ്പിനെ വയ്ക്കണം. അപ്പം മരുപ്പിനെ പോയിട്ട് വന്നിട്ടാണ് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഇപ്പോൾ ഇടുക ആ ഒരു കോൺസെപ്റ്റ്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കണമെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെ ഉണ്ട് എൻ്റെ ലുക്ക് നിങ്ങൾ പറയണം. ഞാൻ എൻ്റെ നിങ്ങൾ പറയുമ്പോൾ എനിക്കുള്ള ആ സന്തോഷം നിങ്ങളറിയാം, ഞാനറിയാം. സ്റ്റോറേജ് ഫുള്ള് ഇങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസാണ് എനിക്കിപ്പോൾ പറഞ്ഞു പോകുന്നത്. അതായത് എൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് പരിപാടി ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് വീഡിയോസ് നമ്മൾ ഇടാത്തതുകൊണ്ട് നല്ല ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇനി നേരെ പോയി ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഈ ഒരു ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇൻഷാല്ലാ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് കണ്ടില്ലേ ഒരുപാട് വ്യക്തമായിട്ട് എല്ലാവരും എല്ലാവരും ക്ലിയർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വ്യക്തിഗത ഇഷ്യൂസാണ് ഇപ്പോൾ എൻ്റെ ഇതിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീൻസിൽ ചേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, മാമ നമുക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് മേലെ പോയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നിട്ടാ. അപ്പോൾ നമ്മൾ മേലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഡ്രസ്സിലൊരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതാ നമ്മുടെ മാമ കേക്ക് കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ നമ്മൾക്ക് സർപ്രൈസായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നമ്മൾ മാമനോട് താങ്ക്സ് പറയാം. അപ്പം പോയ ബർത്ത്ഡേക്ക് മാമ കൊണ്ടുവന്നു, ഈ ബർത്ത്ഡേക്ക് നമുക്ക് തന്നു. താങ്ക് യു മാമ. നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കഴിക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മളെ ഫുഡ് ആയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് അപ്പം അത്ത നമുക്ക് വായിലിട്ട് തന്നു. പിന്നെ അമ്മക്കൊക്കെ കൊടുത്ത്, പിന്നെ എൻ്റെ അനിയത്തിക്കും കൊടുത്തിട്ടാ. അപ്പോൾ ഞാൻ വലിയ വീഡിയോ എടുത്തു കേട്ടോ, പക്ഷെ അത് ക്ലിയർ ഇല്ല. അത് ഫ്രണ്ട് ക്യാമറ എടുത്തപ്പം ജസ്റ്റ് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം അതൊരു ക്ലിയർ ഇല്ല. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. നമ്മൾ ചെറുതായിട്ട് വീണ്ടും ഒരു കേക്ക് മുറിക്കുന്നത് പോലെ വീഡിയോ എടുത്തു കേട്ടോ. അടുത്ത് വന്നിട്ട് ദൂരെ നിന്നപ്പോൾ എന്തോ ക്ലിയറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മേലെ പോകുന്നത്. ഏതാവും എന്നൊക്കെ അറിയില്ലാത്തൊരു വിശ്വാസമാണ് നമ്മൾ വന്നിട്ട് പോണത് കേട്ടോ. പക്ഷേ നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലെ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹിബ അവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേലെ കയറിയിട്ടാണ് കുറച്ച് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നമ്മുടെ വൈകുന്നേരം ആ സമയം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേമിയ പായസം നമ്മൾ കുടിച്ചു. എപ്പോഴും രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം രാവിലെ കുറച്ച് തിരക്കായപ്പം വൈകുന്നേരം ഉണ്ടാക്കി. അപ്പോൾ നമ്മളത് കുടിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, അത് ഞാൻ പറയാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫൈനലി ഞാനത് ഔട്ട്ഡോറും കൂടി എടുത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ. ഫൈനലി അപ്പോൾ നമ്മുടെ അനിയത്തി നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടാ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.